പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 105 അധ്യായം 8 തിരുവചനം. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. ദൈവം എന്നേക്കും ഓർമ്മിക്കുന്ന ഉടമ്പടി അത് രക്തത്തിൻ്റെ ഉടമ്പടിയാണ്. അന്ത്യത്താഴവേളയിൽ ഈശോ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം എടുത്തുയർത്തി ഇപ്രകാരമാണല്ലോ പറഞ്ഞത്: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വില അത് നിസ്സാരമായ വിലയല്ല. കാരണം രക്തം കൊടുത്തുള്ള വിലയാണ് നമ്മുടെ ആത്മാവിൻ്റെ വില. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്: നിങ്ങളെ തന്നെ സ്വയം നിസ്സാരരായി കരുതരുത്. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം നിങ്ങളെ അത്രയേറെ വിലയുള്ളവരായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ അമൂല്യമായ തിരുരക്തം നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും അർപ്പിക്കുന്നുണ്ട്. നമ്മെ വിശുദ്ധീകരിക്കുന്ന, വീണ്ടെടുക്കുന്ന ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സുഖപ്പെടുത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, രോഗപീഠകളിൽ, പൈശാചിക പീഡകളിൽ, തടസ്സമേഖലകളിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിശുദ്ധീകരണവും വിടുതലും സംഭവിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.